ഹായ് ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന്, ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിന് എന്തെങ്കിലും കോർപ്പറേറ്റ് ആക്ഷൻസ് ഉണ്ടോ എന്നാണ്. എന്താണ് ഈ കോർപ്പറേറ്റ് ആക്ഷൻസ്? നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മളുടെ കമ്പനീസിൻ്റെ ഓണർഷിപ്പാണ്, ഇക്വിറ്റി. അതുകൊണ്ടാണ് ഇക്വിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ. ഇക്വിറ്റി ഹോൾഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കമ്പനിയുടെ ഓണർ ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഡിവിഡൻഡ് അല്ലേ, അതേപോലെ ബോണസ്, റൈറ്റ് ഇഷ്യൂ, ഇതേപോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ്, ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് നമ്മൾ എലിജിബിൾ ആണ്. എങ്കിൽ നമ്മൾക്കിത് എങ്ങനെ കാണാൻ, എങ്ങനെ അറിയാനായിട്ട് പറ്റും എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോകുന്നത്. നമ്മൾ സാധാരണ NSEയുടെയും BSEയുടെയും സൈറ്റിൽ നിന്നൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഇത്തിരി ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഷെയർഖാൻ്റെ ട്രേഡ് ടൈഗർ സോഫ്റ്റ്വെയറിൽ കാണാം. ഒന്ന് നമുക്ക് നോക്കിയേക്കാം. ഇത് ഷെയർഖാൻ്റെ ട്രേഡ് ടൈഗർ സോഫ്റ്റ്വെയർ ആണ്. ഈ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഒരുപാട് ടൂൾസും കാര്യങ്ങളും അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ പോകുന്നത് ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ് ആണ്. അതാ നോക്കൂ, ന്യൂസ് ആൻഡ് ഇവൻറ്റ്സ്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ആക്ഷൻസ് എവിടെയുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇന്നത്തെ കോർപ്പറേറ്റ് ആക്ഷൻസ്, ടുഡേയ്സ് കോർപ്പറേറ്റ് ആക്ഷൻസ്. കണ്ടോ, ടാറ്റ ടെക്, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് ആക്ഷൻ, കോർപ്പറേറ്റ് ആക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫൈനൽ ഡിവിഡൻഡ്, സ്പെഷ്യൽ ഡിവിഡൻഡ്, ഇന്റേറിയൻ ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിരുന്നു. എക്സ് ഡേറ്റ് 13th ജൂൺ. അത് എക്സ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ 13th ജൂണിന് മുമ്പായിട്ട് വാങ്ങിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ ഡിവിഡൻഡ് കിട്ടുക. അതാണ് എക്സ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെക്കോർഡ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ഡേറ്റിൽ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. എക്സ് ഡേറ്റും റെക്കോർഡ് ഡേറ്റും സെയിം തന്നെയാണ്. അതേപോലെ റെയ്മണ്ട്, ICICI Prudential ലൈഫ് ഇൻഷുറൻസ്, ഇതിൻ്റെ എല്ലാം ഡിവിഡൻഡ് ഉണ്ട്. ഫൈനൽ ഡിവിഡൻഡ് എത്ര എമൗണ്ട് ആണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ₹8 ഫോർ ടാറ്റ ടെക്കിൻ്റെ, ₹3 റെയ്മണ്ട്, ₹10 പെർ ഷെയർ, ICICI Prudential 60 പൈസ പെർ ഷെയർ, ഇങ്ങനെയൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി ഒന്ന് നോക്കി, ടുഡേയ്സ് കോർപ്പറേറ്റ് ആക്ഷൻ സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. അവിടെ നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് 7 ഡേയ്സിലത്തെ ഏതൊക്കെ കോർപ്പറേറ്റ് ആക്ഷൻ ഉണ്ടായി, നെക്സ്റ്റ് 7 ഡേയ്സിലെ, ലാസ്റ്റ് 30 ഡേയ്സിലെ, ലാസ്റ്റ് 90 ഡേയ്സിലെ ഈ കോർപ്പറേറ്റ് ആക്ഷൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് 7 ഡേയ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഉണ്ടോ, ഒരുപാട് കോർപ്പറേറ്റ് ആക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടി. അടുത്ത ഡേറ്റുകൾ നോക്കൂ. റെക്കോർഡ് ഡേറ്റ് ആണെങ്കിൽ നോക്കിയാൽ മതി. 20th, 19th, 13th മുതൽ മുകളിലേക്ക് എല്ലാം ഉണ്ട്. ഉണ്ടോ, ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് താഴേക്ക് വരുന്നത്. ഹാപ്പിയസ്റ്റ് മൈൻഡ് 14th ജൂൺ ആണ്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ₹3.25 ഒരു ഷെയറിന് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നത്. ഫൈനൽ ഡിവിഡൻഡ് ആണ്. അതേപോലെ ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്, ഇന്റേറിയൻ ഡിവിഡൻഡ്, സ്പെഷ്യൽ ഡിവിഡൻഡ്, സ്പ്ലിറ്റ്. ഈ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് ആകുവാണ്. സ്റ്റോക്ക് സ്പ്ലിറ്റ് 10 ₹2. അപ്പം ഫേസ് വാല്യൂ 10 എന്നുള്ളത് ₹2 ആകും. ഫേസ് വാല്യൂ ₹2 ആകും. അപ്പോൾ ഒരു ഷെയർ കയ്യിലുള്ള ആൾക്ക് എത്ര ഷെയർ കിട്ടും? 5 ഷെയർ കയ്യിൽ കിട്ടും അല്ലേ, സ്പ്ലിറ്റ്. പിന്നെ ഫൈനൽ ഡിവിഡൻഡ്, ഇന്റേറിയൻ ഡിവിഡൻഡ്. കണ്ടോ, LNT എന്നാണ്, LNT ഡേറ്റ് എന്നാണ്, റെക്കോർഡ് ഡേറ്റ് 20th ജൂൺ ആണ്. 20th ജൂൺ, എക്സ് ഡേറ്റ് 20th ജൂൺ. 20th ജൂണിന് മുമ്പ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ₹28 ഒരു ഷെയറിന് ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ. അതിൻ്റെ ഫേസ് വാല്യൂ ₹2 എൽ ഭാരത്, എല്ലാ ബാങ്ക് ഓഫ് ഇന്ത്യ, കാനറ ബാങ്ക്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 7 ഡേയ്സ് എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ. ഇതിലൂടെ നമുക്ക് ഡിവിഡൻഡ് എത്രയുണ്ടെന്ന്, നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇനിയും ഓരോ ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Thank you. Investment and securities market are subject to market risks. Read all the related documents carefully before investing.